പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീർ എം.എൽ.എ. മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് ബി.ജെ.പിക്കെതിരെയാണ്. കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എം.കെ. മുനീർ പറയുന്നു. അദ്ദേഹം റാലി നടത്തുമ്പോൾ അദ്ദേഹം ശരിക്കും ബി.ജെ.പിക്കെതിരെയാണല്ലോ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഇത് ഞങ്ങൾ റാലി നടത്തുന്നു, കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അപ്പോൾ അത് ശരിക്കും ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇത്തരത്തിൽ യഥാർത്ഥ ടാർഗറ്റിലേക്ക് പോകുന്നതിന് പകരം അപ്പുറത്ത് നിൽക്കുന്നവരെയും ഇപ്പുറത്ത് നിൽക്കുന്നവരെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടാർഗറ്റിനൊന്നും സംഭവിക്കരുത് എന്നാണല്ലോ. അദ്ദേഹം റാലി നടത്തുമ്പോൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വിമർശനമാണ് കേന്ദ്ര നേതാക്കന്മാരെ വിമർശിക്കുന്നില്ല, നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നില്ല എന്നൊക്കെ വരുന്നുണ്ട്. എം.കെ. മുനീറും അതേ ചുവട് പിടിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ദീപക് മനസ്സിലാക്കിയത്? എം.കെ. മുനീർ 24-നോട് സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റാലിയിൽ വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിനെതിരെ ബി.ജെ.പിക്കെതിരെ അദ്ദേഹം വിമർശനം നടത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിന് കൂടെ കോൺഗ്രസിനെ വിമർശിക്കുന്നു, കോൺഗ്രസ് നിലപാടിനെ വിമർശിക്കുന്നു. ആ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിക്കെതിരെ മാത്രമാകണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് യഥാർത്ഥ ടാർഗറ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ മുനീർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ സ്റ്റണ്ടിലും എസ്.കെ.എൻ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. കാരണം CAA ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഗുണമായി മാറുമെന്ന വിലയിരുത്തലുള്ളപ്പോഴും കേരളത്തിൽ സ്ഥിതി മറിച്ചാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു ന്യൂനപക്ഷ സംരക്ഷകൻ എന്ന പരിവേഷമുള്ളതുകൊണ്ട് അതിറക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ഇടതുമുന്നണി നടത്തുന്നത്. അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നു, വൻ പങ്കാളിത്തം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വളരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നത്. ഇതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഒപ്പം തന്നെ കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യം ഈ വിഷയത്തിലില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എസ്.കെ. താങ്ക് യു ദീപക് ധർമ്മടം. കുമാർ ചോദിക്കുന്നു, VP ജെയിംസ് എല്ലാ സ്ഥലവും പോയി നേരിട്ട് കണ്ടിട്ടാണോ വിദേശ വാർത്തകൾ കണ്ടതുപോലെ പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമില്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് വിദേശ വാർത്തകൾ പറയാൻ പറ്റുമോ? എന്നാലും കുറേ രാജ്യങ്ങളിൽ, ഏതാണ്ട് 19-ലധികം രാജ്യങ്ങളിൽ PP സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ അവകാശത്തെ തൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നു.